ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാനിന്നിവിടെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഗോബി മഞ്ചൂരിയനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഞാനിത് അവിടെ ഒരു 400 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി വേണം. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ മൈദ ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഗോതമ്പ് പൊടി ഒരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 3 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ. നമ്മൾ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ അതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നത്. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോറും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്ലോർ മിക്സ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതാ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ശകലം ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മുടെ ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്കിതൊന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ട് കോളിഫ്ലവർ മാത്രം പുറത്തെടുത്തിട്ട് വെള്ളം ഊറ്റിക്കളയുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഈ പൊടികളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ പൊടികളെല്ലാം അതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ.